ആകാശഗംഗയിലെ 27 നക്ഷത്രപഥങ്ങളിൽ അധികാരത്തിന്റെ ഗാംഭീര്യവും പാരമ്പര്യത്തിന്റെ തനിമയും ഒത്തുചേരുന്ന ഒരു നക്ഷത്രമുണ്ടെങ്കിൽ അത് മകമാണ്. ഭാരതീയ ജ്യോതിഷം മകത്തെ വെറുമൊരു നക്ഷത്രമായല്ല, മറിച്ച് ഒരു ജനതയുടെയോ കുടുംബത്തിന്റെയോ പാരമ്പര്യം പേറുന്ന ഒരു സിംഹാസനമായാണ് അടയാളപ്പെടുത്തുന്നത്. മകം പിറന്ന മക്കൾ മാലോകർക്ക് പ്രിയപ്പെട്ടവരായിരിക്കുമെന്ന പഴഞ്ചൊല്ല് മലയാളികൾക്ക് അന്യമല്ല. എന്നാൽ ഈ ചൊല്ലിന്റെ ആഴം എത്രത്തോളമുണ്ട്? കേവലം ഭാഗ്യം കൊണ്ട് മാത്രം ജീവിതം കെട്ടിപ്പടുത്തുന്നവരല്ല മകം നക്ഷത്രക്കാർ, മറിച്ച് കാലത്തിന്റെ ചക്രഗതിയിൽ തങ്ങളുടെ പിതൃക്കളുടെ പുണ്യവും സ്വന്തം കർമ്മവീര്യവും കൊണ്ട് ലോകത്തെ ഭരിച്ചവരാണ് ഇവർ. ഭൂതകാലത്തിന്റെയും വർത്തമാനകാലത്തിന്റെയും ഇടയിലുള്ള ഒരു കണ്ണിയായി മകം നക്ഷത്രക്കാരെ കാണാം. ആകാശത്ത് ഒരു സിംഹാസനത്തിന്റെയോ പല്ലക്കിന്റെയോ ആകൃതിയിൽ തെളിഞ്ഞു നിൽക്കുന്ന ഈ നക്ഷത്ര സമൂഹം മഹത്വത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ്. ചിങ്ങരാശിയുടെ പ്രൗഢിയിൽ നിൽക്കുന്ന മകത്തിന് രാശാധിപനായി സൂര്യനും നക്ഷത്രാധിപനായി കേതുവുമാണുള്ളത്. ഈ രണ്ട് ഗ്രഹങ്ങളുടെയും സങ്കലനം മകം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നൽകുന്നത് വിചിത്രവും എന്നാൽ അതിശക്തവുമായ ചില മാറ്റങ്ങളാണ്. സൂര്യൻ ആത്മവിശ്വാസവും അധികാരവും നൽകുമ്പോൾ കേതു ആത്മീയതയുടെയും പാരമ്പര്യത്തിന്റെയും വേരുകളെ കുറിക്കുന്നു. എന്തുകൊണ്ടാണ് മകം നക്ഷത്രക്കാർ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാകുന്നത്? ഉത്തരം അവരുടെ ജനനത്തിൽ തന്നെ ഉണ്ട്. 27 നക്ഷത്രങ്ങളിൽ വച്ച് പിതൃക്കൾ ദേവതയായിട്ടുള്ള ഏക നക്ഷത്രം മകമാണ്. ഇതിനർത്ഥം തങ്ങളുടെ പൂർവികരുടെ അപൂർണമായ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാനും അവരുടെ അനുഗ്രഹങ്ങൾ ലോകത്തിന് പകർന്നു നൽകാനും നിയോഗിക്കപ്പെട്ടവരാണിവർ എന്നാണ്. തറവാടിത്തം, അഭിമാനം, കുടുംബമഹിമ എന്നിവയൊക്കെ ഇവരുടെ വാക്കുകളിലും പ്രവർത്തികളിലും നിഴലിച്ചു നിൽക്കും. ഒരു മകം നക്ഷത്രക്കാരൻ ഒരു രാജകീയ സദസ്സിലേക്ക് കടന്നു വരുമ്പോൾ അവർ സംസാരിച്ചു തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആ അന്തരീക്ഷത്തിൽ ഒരു രാജകീയ പ്രഭാവം പ്രകടമാകുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ രാജകീയതയുടെ പിന്നിൽ ആരും കാണാത്ത ചില നോവുകളും നിഗൂഢതകളും ഒളിഞ്ഞിരിപ്പുണ്ട്. സിംഹാസനത്തിൽ ഇരിക്കുന്ന വ്യക്തി അനുഭവിക്കുന്ന ഏകാന്തത മകം നക്ഷത്രക്കാരുടെ കൂടപ്പിറപ്പാണ്. തന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാനുള്ള തത്രപ്പാടിൽ ഇവർ പലപ്പോഴും സ്വന്തം സന്തോഷങ്ങൾ മാറ്റിവെക്കുന്നു. അധികാരവും പദവിയും പണവും കുന്നുകൂടുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഒരു നിസ്സംഗത ഇവരെ പിന്തുടരും. ലൗകിക ജീവിതത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും ആത്മീയമായ ഒരു വിരക്തി കേതു ഇവരിൽ നിറയ്ക്കുന്നു. ഈ യാത്ര മകം നക്ഷത്രത്തിന്റെ അറിഞ്ഞതും അറിയാത്തതുമായ രഹസ്യങ്ങളിലേക്കുള്ളതാണ്. നക്ഷത്ര സൂചി പറയുന്ന കേവലമായ പൊതു സ്വഭാവങ്ങൾക്കപ്പുറം ചരിത്രവും മിത്തോളജിയും ജീവിത അനുഭവങ്ങളും കോർത്തിണക്കി നാം നടത്തുന്ന ഒരു പര്യവേഷണം. മകം നക്ഷത്രക്കാരുടെ വാശികൾ, അവരുടെ സ്നേഹം, അവർക്കുണ്ടാകുന്ന തിരിച്ചടികൾ, പിതൃക്കളുടെ അദൃശ്യമായ സംരക്ഷണം എന്നിങ്ങനെ നീളുന്ന ആ നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ നമുക്ക് തയ്യാറെടുക്കാം. ആകാശത്തെ നക്ഷത്രക്കൂട്ടങ്ങൾക്കിടയിൽ ആരും പറയാത്ത ആ വലിയ കഥ, മകം നക്ഷത്രത്തിന്റെ കാണാപ്പുറങ്ങൾ തേടിയുള്ള യാത്ര ഇവിടെ ആരംഭിക്കുന്നു. ഭാരതീയ ജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങളിൽ വെച്ച് ഏറ്റവും ഗാംഭീര്യമുള്ളതും രാജകീയവുമായതുമായ നക്ഷത്രമാണ് മകം. മകം പിറന്ന മക്കൾ എന്ന ചൊല്ല് തന്നെ ഈ നക്ഷത്രത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നു. ചിങ്ങരാശിയിൽ ഉൾപ്പെടുന്ന ഈ നക്ഷത്രം അധികാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പ്രതീകമാണ്. മകം നക്ഷത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് പിതൃക്കളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഇവർ ജനിക്കുന്നത് തന്നെ തങ്ങളുടെ പൂർവികരുടെ കർമ്മബലങ്ങൾ ഏറ്റുവാങ്ങാനാണെന്ന് പറയപ്പെടുന്നു. മകം നക്ഷത്രക്കാർ പലപ്പോഴും തങ്ങളുടെ കുടുംബത്തിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും. തങ്ങളുടെ പിതാവിനോടോ പിതൃതുല്യരായ വ്യക്തികളോടോ ഇവർക്ക് വലിയ ബഹുമാനമുണ്ടാകും. എന്നാൽ ഇതിന്റെ മറ്റൊരു വശം, ഇവർ പലപ്പോഴും പൂർവികരുടെ ശാപദോഷങ്ങൾ അല്ലെങ്കിൽ അവരുടെ അപൂർണമായ ആഗ്രഹങ്ങൾ പേറുന്നവരായിരിക്കും എന്നതാണ്. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ ഇവർക്ക് പിതൃകർമ്മങ്ങൾ ചെയ്യേണ്ടി വരുന്നതും അതിലൂടെ വലിയ പുരോഗതി നേടുന്നതും സാധാരണമാണ്. ഈ നക്ഷത്രക്കാർ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു സദസ്സിൽ ഇവർ ഇരിക്കുമ്പോൾ മറ്റുള്ളവർ അറിയാതെ തന്നെ ഇവരിലേക്ക് ശ്രദ്ധ തിരിക്കും. സൂര്യന്റെ ആത്മവിശ്വാസവും കേതുവിന്റെ ഗാംഭീര്യവും ചേരുമ്പോൾ ഒരു രാജകീയ പ്രഭാവം ഇവർക്ക് ലഭിക്കുന്നു. വളഞ്ഞ വഴികൾ മകം നക്ഷത്രക്കാർക്ക് ഇഷ്ടമല്ല. എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് നേരിട്ട് ചെയ്യാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ചതിയും വഞ്ചനയും ഇവർക്ക് സഹിക്കാനാവില്ല. അതുകൊണ്ട് അത് സ്വന്തം ബന്ധുക്കളിൽ നിന്നാണെങ്കിൽ പോലും ഇവർ വിട്ടുവീഴ്ച ചെയ്യില്ല. പുത്തൻ ഫാഷനുകളേക്കാൾ താല്പര്യം പഴയകാല മൂല്യങ്ങളോടും ആചാരങ്ങളോടുമായിരിക്കും. വീട് പണിയുമ്പോഴോ ഒരു മംഗളകർമ്മം നടത്തുമ്പോഴോ തറവാടിത്തം നിലനിർത്താൻ ഇവർ ശ്രമിക്കും. മകം നക്ഷത്രക്കാരെ കുറിച്ച് പൊതുവെ പറയപ്പെടാത്ത ചില കാര്യങ്ങളുമുണ്ട്. പുറമെ വലിയ സൗഹൃദങ്ങൾ ഉണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ മകം നക്ഷത്രക്കാർ പലപ്പോഴും ഒറ്റപ്പെട്ടവരായിരിക്കും. കേതുവിന്റെ സ്വാധീനം മൂലം ഭൗതിക സുഖങ്ങൾക്കിടയിലും ഒരുതരം വിരക്തി ഇവർക്കുണ്ടാകും. എത്ര വലിയ ആൾക്കൂട്ടത്തിനിടയിലും ഇവർ ഒരു നിഗൂഢത കാത്തു സൂക്ഷിക്കും. മകം നക്ഷത്രക്കാരുടെ കോപം പെട്ടെന്ന് വരുന്നതാണ്. എന്നാൽ അത് അധിക നേരം നിൽക്കില്ല. താൻ പറഞ്ഞത് തെറ്റാണെന്ന് തോന്നിയാൽ അത് സമ്മതിക്കാനുള്ള മനസ്സ് ഇവർക്കുണ്ട്. എന്നാൽ ഇവരുടെ അഭിമാനത്തിന് പോറലേറ്റാൽ അവർ ആ വ്യക്തിയെ എന്നേക്കുമായി ഉപേക്ഷിച്ചേക്കാം. മകം നക്ഷത്രക്കാർ വലിയ അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുന്നത് കാണാം. ഇത് അവരുടെ പിതൃക്കളുടെ അനുഗ്രഹം മൂലമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. തങ്ങൾ അറിയാതെ തന്നെ ഒരു അദൃശ്യ ശക്തി തങ്ങളെ നയിക്കുന്നുവെന്ന് ഇവർക്ക് പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്.
പൊതുവായ ഗുണങ്ങൾ നോക്കുമ്പോൾ ഉയർന്ന ലക്ഷ്യബോധം, കുടുംബത്തോടുള്ള അമിതമായ സ്നേഹം, സമൂഹത്തിൽ ലഭിക്കുന്ന ബഹുമാനം, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ്, കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാനുള്ള കഴിവ് തുടങ്ങിയവ ഇവരെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ടു നിർത്തുന്നു. ദോഷവശങ്ങൾ പരിശോധിക്കുമ്പോൾ അമിതമായ അഹങ്കാരം വരാനുള്ള സാധ്യത, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാനുള്ള വിമുഖത, പലപ്പോഴും കർക്കശമായ പെരുമാറ്റം മൂലം ശത്രുക്കളെ സമ്പാദിക്കുന്നു, സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതിൽ ചിലപ്പോൾ കാണിക്കുന്ന അശ്രദ്ധ തുടങ്ങിയവ ശ്രദ്ധിക്കേണ്ടതാണ്. സമൂഹത്തിൽ മകം നക്ഷത്രക്കാർ എപ്പോഴും അധികാര കേന്ദ്രങ്ങളായിരിക്കും. ഓഫീസിലായാലും കുടുംബത്തിലായാലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ എല്ലാവരും ഇവരെ സമീപിക്കുന്നു. ഇവർക്കൊരു പ്രത്യേകതരം വാക്ചാതുരി ഉണ്ടായിരിക്കും. ഇവർ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ കേട്ടിരുന്നു പോകും. പലപ്പോഴും രാഷ്ട്രീയക്കാർ, ഉന്നത ഉദ്യോഗസ്ഥർ, വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തുന്നവർ എന്നിവർക്കിടയിൽ മകം നക്ഷത്രക്കാരെ കൂടുതലായി കാണാം. സ്വന്തം പ്രയത്നത്തിലൂടെ ഉയരങ്ങൾ കീഴടക്കാനാണ് ഇവർക്ക് താല്പര്യം. മകം നക്ഷത്രത്തിന്റെ പ്രതീകമായ പല്ലക്കിന് പിന്നിൽ ഒരു വലിയ തത്വമുണ്ട്. പല്ലക്ക് ഒരാൾക്ക് സുഖമായി ഇരിക്കാനുള്ളതാണ്, എന്നാൽ അത് ചുമക്കാൻ 4 പേർ വേണം. ഇതിനർത്ഥം മകം നക്ഷത്രക്കാർക്ക് മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനുള്ള കഴിവുണ്ടെന്നാണ്. എന്നാൽ ഈ പല്ലക്ക് ചുമക്കുന്നവരുടെ വിഷമങ്ങൾ കൂടി മനസ്സിലാക്കിയാൽ മാത്രമേ മകം നക്ഷത്രക്കാരുടെ ജീവിതം പൂർണ്ണമാവുകയുള്ളൂ. മറ്റൊരു കഥ ഇവർ സിംഹത്തിന്റെ മടിയിൽ ജനിച്ചവർ എന്നാണ്. സിംഹം കാട്ടിലെ രാജാവാണ്. അതുപോലെ മകം നക്ഷത്രക്കാരും സ്വന്തം സാമ്രാജ്യത്തിലെ രാജാക്കന്മാരാണ്. ഭരിക്കാനുള്ള കഴിവ് ഇവർക്ക് ജന്മന ലഭിക്കുന്നതാണ്. ജീവിതത്തിന്റെ ആദ്യകാലങ്ങളിൽ ഇവർക്ക് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. കേതുവിന്റെ ദശയിൽ ജനിക്കുന്നതിനാൽ ബാല്യകാലം അല്പം കഠിനമായേക്കാം. എന്നാൽ പ്രായമാകുന്തോറും ഇവരുടെ പ്രഭാവം വർദ്ധിക്കുന്നു. സ്ത്രീകളുടെ കാര്യമെടുത്താൽ മകം പിറന്ന മങ്ക എന്ന് വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ തോതിലുള്ള തർക്കങ്ങൾ പതിവാണ്. തന്റെ പങ്കാളിയും തന്നെ പോലെ ശക്തനായിരിക്കണം, അല്ലെങ്കിൽ തന്നെ പൂർണ്ണമായും അനുസരിക്കുന്നവനായിരിക്കണം എന്ന ഇവരുടെ വാശി പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. മകം നക്ഷത്രക്കാർക്ക് പറ്റിയ തൊഴിൽ മേഖലകൾ നോക്കുമ്പോൾ ഭരണപരമായ ജോലികൾ, പാരമ്പര്യമായി കിട്ടിയ ബിസിനസ്സുകൾ, നിയമം, കോടതി എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികൾ, ചരിത്രം, പുരാവസ്തു ഗവേഷണം, ആത്മീയ മേഖലകൾ തുടങ്ങിയവ ഇവർക്ക് അനുയോജ്യമാണ്. സാമ്പത്തികമായി ഇവർ എപ്പോഴും സുരക്ഷിതരായിരിക്കും. പണം ഇവർക്കൊരു പ്രശ്നമല്ല, മറിച്ച് പദവിയും അന്തസ്സുമാണ് പ്രധാനം. തനിക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടി പണം ചെലവാക്കാൻ ഇവർക്ക് മടിയില്ല. മകം നക്ഷത്രക്കാർ ജീവിതത്തിൽ കൂടുതൽ ഉയർച്ചകൾ നേടാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കർക്കിടക വാവ് തുടങ്ങിയ ദിവസങ്ങളിൽ പിതൃക്കൾക്ക് ബലിയിടുന്നത് ഇവർക്ക് വലിയ ഐശ്വര്യം നൽകും. ദിവസവും ആദിത്യ ഹൃദയം ജപിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. കേതുവിന്റെ ദോഷങ്ങൾ മാറാൻ ഗണപതിയെ ഭജിക്കുന്നത് ഉത്തമമാണ്. മകത്തിന്റെ വൃക്ഷമായ പേരാൽ നട്ടു വളർത്തുന്നതോ അതിനെ സംരക്ഷിക്കുന്നതോ ഗുണകരമാണ്. മകം നക്ഷത്രം എന്നത് കേവലം ഒരു നക്ഷത്രമല്ല, മറിച്ച് ഒരു പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ്. അധികാരവും ആത്മീയതയും ഒരേപോലെ സമ്മേളിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് സമൂഹത്തെ നയിക്കാനുള്ള അസാമാന്യമായ കഴിവുണ്ട്. സ്വന്തം അഹങ്കാരത്തെ നിയന്ത്രിച്ച് മറ്റുള്ളവരുടെ വികാരങ്ങളെ കൂടി മാനിക്കാൻ പഠിച്ചാൽ മകം നക്ഷത്രക്കാരെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല. അദൃശ്യമായ പിതൃപുണ്യത്തിന്റെ ബലത്തിൽ ആത്മവിശ്വാസത്തിന്റെ സിംഹാസനത്തിലിരുന്ന് ഇവർ ജീവിതം നയിക്കുന്നു. മകം നക്ഷത്രത്തിൽ ജനിക്കുക എന്നത് തന്നെ വലിയൊരു നിയോഗമാണ്. ആ നിയോഗം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നവർ ചരിത്രത്തിന്റെ ഭാഗമായി മാറും. മകം നക്ഷത്രക്കാർ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു നല്ല രാജാവ് സിംഹാസനത്തിൽ ഇരിക്കുന്നത് സുഖിക്കാനല്ല, മറിച്ച് തന്റെ പ്രജകളെ സംരക്ഷിക്കാനാണ്. ഈ തത്വം ജീവിതത്തിൽ പകർത്തുന്ന മകം നക്ഷത്രക്കാർ ലോകം ആദരിക്കുന്ന വ്യക്തിത്വങ്ങളായി മാറും.